ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം കസമെറോ റൊണാൾഡോയിലേക്ക് തന്നെ റീജോയിൻ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം സൗദി പ്രോ ലീഗിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. ആ റൂമറിനെ ഇപ്പോൾ കസമെറോ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാതും അമേസിംഗ് ആണ്. ആ റൂമറുകൾ ഇപ്പോഴും റൂമറുകളായി തന്നെ നിൽക്കുകയുള്ളൂ. കാരണം എനിക്ക് ഒരു ക്ലബിൽ നിന്ന് വളരെ വലിയൊരു വാം വെൽക്കമാണ് കിട്ടിയത്, അവരുടെ പ്ലേയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഫാൻസിൽ നിന്നും. അതുപോലെ തന്നെ അവിടെ നിന്ന് ഞാൻ ഒരുപാട് സ്നേഹം പ്രതീക്ഷിച്ചു, അതെനിക്ക് കിട്ടി. അത് പിച്ചിലാണെങ്കിലും അതുപോലെ തന്നെ അത് പിച്ചിൻ്റെ പുറത്താണെങ്കിലും അതൊരു യുണീക്കായിട്ടുള്ള ഒരു മാജിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്ക് വളരെ ആവശ്യമായിരുന്നു എന്നാണ് കസമെറോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്ററിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ ആ ക്ലബ്ബ് തന്ന ഓഫറിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലബിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പിങ്ങും ചെയ്യുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നാണ് കസമെറോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗെറ്റ് ബാക്ക് ടു അച്ചീവ്മെൻറ്റ്സ്, എൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് തന്നെ തിരികെ പോകാൻ, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ തിരികെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കാനാണ് എനിക്ക് വളരെ ഇഷ്ടമെന്നാണ് കസമെറോ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ കസമെറോ ഇനിയും ഒരുപാട് കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് സാധ്യത. അതുതന്നെയാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, ഒരു ഭാഗത്ത് റിയൽ മാഡ്രിഡ് 2-1 വിജയിച്ചു, മറുഭാഗത്ത് ബാഴ്സലോണ 3-5 പരാജയപ്പെട്ടു. വലിയൊരു തോൽവിയാണ് ബാഴ്സന്റെ സൈഡിൽ നിന്നുണ്ടായത്. കാരണം വില്ലാറയലുമായിട്ടുള്ള പരാജയമാണ്. 3-5 5 ഗോളുകളാണ് ബാഴ്സയുടെ പോസ്റ്റിലേക്ക് വില്ലാറയൽ അടിച്ചുകൂട്ടിയത്. ആദ്യം 2 ഗോൾ കൺസീഡ് ചെയ്ത ബാഴ്സ വീണ്ടും വലിയൊരു കംബാക്ക് നടത്തിയിട്ട് 3-2 എന്നുള്ള സ്കോറിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും 3 ഗോൾ കൺസീഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് വലിയൊരു പരാജയം എന്ന് പറയുന്നത്. വിജയത്തിലേക്ക് എത്തിയതിനു ശേഷം പിന്നെയും 3 ഗോൾ കൺസീഡ് ചെയ്തിട്ട് ബാഴ്സ പരാജയപ്പെട്ടു. അങ്ങനെ 3-5 ബാഴ്സ പരാജയപ്പെട്ടു. ഇതിനോടൊപ്പം ഈ ഒരു പരാജയത്തിന് ശേഷം ബാഴ്സയുടെ കോച്ച് സാവി ടീം വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തോൽവിക്ക് ശേഷമുള്ള മാച്ചിന്റെ പ്രസ് കോൺഫറൻസിലാണ് സാവി ഇക്കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ വരുന്ന ജൂണിൽ ബാഴ്സ വിടുമെന്നാണ്. അതുപോലെ തന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൈമാണ്, മാറ്റത്തിന് വേണ്ടിയുള്ളൊരു ടൈമാണ്. ആസ് എ ക്ലൂ എന്ന രീതിയിൽ ഞാൻ ടീം വിടുന്നതായി ഇപ്പോൾ ആലോചിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ക്ലബിനോടും ബോർഡിനോടും സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ജൂൺ 30 ഞാൻ ടീം വിടുമെന്നാണ് സാവി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത്രയ്ക്കും കൺഫേംഡ് ആയിട്ടുള്ള ഒരു വാക്കാണ് സാവി പറഞ്ഞിട്ടുള്ളത്. കോൺട്രാക്ട് അവസാനിക്കുന്ന സമയത്ത് 2024 ജൂൺ 30 അദ്ദേഹം ടീം വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ചിലപ്പോൾ അത് സംഭവിക്കാൻ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. നമുക്കറിയാം, അത്രയ്ക്കും ഡിപ്രസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നു ബാഴ്സലോണ. ആ ബാഴ്സലോണയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. അത്രയ്ക്കും ടീമിനെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയ ഒരു കോച്ചാണ് സാവി. അതുപോലെ തന്നെ 2022-23 വർഷങ്ങളിൽ ബാഴ്സയ്ക്ക് വേണ്ടി 2 കിരീടവും സാവി സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സാവി ബാഴ്സയിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ബാഴ്സയ്ക്ക് അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയേറിയ നിമിഷങ്ങളായിരുന്നു സാവി കോച്ചായി വന്നപ്പോൾ. ഇപ്പോൾ അദ്ദേഹം പടിയിറങ്ങാൻ പോവുകയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സാവി ബാഴ്സലോണയിൽ നിന്ന് പോകണമോ അല്ലെങ്കിൽ അവിടെ തന്നെ തുടരണമോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻ നിങ്ങൾ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.